ഹായ്. മലപ്പുറത്ത് ഒരു പെൺകുട്ടിയെ മരണപ്പെട്ട് സൂയിസൈഡ് ചെയ്തതോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ്. വാസ്തവത്തിൽ ഈ വിഷയം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുമുണ്ട്. പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കേണ്ടി വരുന്നെന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് നമ്മളൊരു ഭാരമാണ്. മിക്ക വീടുകളുടെ അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും. ഒത്തിരി എഡ്യൂക്കേഷൻ ഉണ്ടായാൽ പോലും പേരൻസിന് ബോധ്യം വരത്തില്ല. അവർ പറയും അവർക്കതൊരു ബേർഡനാണ്. നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ ചുമന്നുകൊണ്ട് നടക്കുക, ഇങ്ങനെ എല്ലാം ചെയ്താലും പിന്നെയും ഫ്യൂച്ചറിൽ കല്യാണം കഴിപ്പിച്ചും കൊടുക്കണം. അതായത് സ്ത്രീധന രൂപേണ ഒരു എമൗണ്ട് കൊടുക്കണം, അതൊരു കാര്യം. വിവാഹം ഒരു ഫംഗ്ഷനായിട്ട് എടുക്കണം, അതും ഒരു എമൗണ്ട്. ആകെ മൊത്തം നല്ല എക്സ്പെൻസീവാണ് പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ കുട്ടി ഇവളെങ്കിൽ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഠിപ്പിക്കുകയോ പഠിപ്പിക്കാതിരിക്കുകയോ പഠിച്ച ശേഷം അവിടെ പോയിട്ട് വീട്ടു ജോലി ചെയ്യുകയോ എന്ത് വേണോ ചെയ്തോട്ടെ. അപ്പം നമ്മളെ ബുദ്ധിമുട്ട് അങ്ങോട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് മിക്ക പേരൻസിൻ്റെ ഒരു മൈൻഡ് സെറ്റ്. ചെറിയ വയസ്സിലെ കുഞ്ഞോട് പറഞ്ഞു കൊടുക്കും, നീ നന്നായിട്ട് ഒരുങ്ങി കെട്ടി നടക്കണം കേട്ടോ എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, നീ ഒരു സംഗതിയാണ്, യൂസിങ് ടൂളാണ്, അപ്പം നീ അത് ആ രീതിയിൽ നടക്കണം. വൃത്തിമനയായി നടക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പെണ്ണാണ് ആ രീതിയിലൊന്ന് കൺസേൺ ചെയ്ത് നടക്കുക. അപ്പോൾ പുയ്യാപ്പിള വരും, ഈ രീതിയിലുള്ള ഫോമാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിനെ കെട്ടിക്കണ്ടേ, അമ്മയ്ക്കും അച്ഛനും ആദ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഇത്തരം ചോദ്യങ്ങൾ ധാരാളമാണ്. കെട്ടിക്കണ്ടേ കൊച്ചിനെ, കെട്ടിക്കണം. കല്യാണത്തിൻ്റെ കാര്യമല്ല, വേറൊന്നും ഡിസ്കഷൻ ഇല്ല. ഒരു പെൺകുട്ടി കല്യാണം വല്ലതും ആയോ, ആണിനുകൊണ്ട് ഇപ്പോൾ ഈ ശല്യം എന്നുള്ളതാണ്. വിവാഹം നമ്മുടെ ജീവിതത്തിൽ ഒരു പാർട്ട് മാത്രമാണ്, ഒരു ടേണിംഗ് പോയിന്റ് ആണോ എന്ന് വെച്ചാൽ ഞാനത് ബിലീവ് ചെയ്യുന്നില്ല. സത്യത്തിൽ പല പെൺകുട്ടികളും വിവാഹം കഴിക്കാൻ വിമുഖത കാണിക്കുന്നതിൻ്റെ റീസണും അതാണ്. ഒരു അടിമത്ത മനോഭാവമുണ്ട്. അതുമാത്രവുമല്ല, അവൻ എന്തോ ഭരിക്കേണ്ടവനും നമ്മളെന്തോ ഭരിക്കപ്പെടേണ്ടവനുമാണെന്നൊരു ടേമുണ്ട്. പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സമയപരിധി ഇട്ടുകൊടുക്കുകയും അതിൽ തുടർന്നൊരു വിവാഹമാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നാട്ടുകാർക്ക് വേണ്ടി നമ്മളെ മക്കളെ നിർബന്ധിക്കരുത്. ആ പെൺകുട്ടി പഠിച്ച് ഡിഗ്രി കഴിഞ്ഞൊരു ജോലി ആയ ശേഷം വിവാഹം കഴിച്ചു കൊടുത്താൽ എന്താ, അതിൻ്റെ മൂക്കിലെങ്ങാനും പല്ല് വരുമോ? എന്തായിരുന്നു പ്രശ്നം? പൂർണ്ണമായ ഉത്തരവാദിത്തം അവളുടെ പേരൻസിനാണ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും അച്ഛനെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടു. ചെയ്യരുത്, അവരെ വെറുതെ വിട്ടേക്കണം. പിടിച്ചു കൊണ്ടുപോകേണ്ടത് ഇവളെ തള്ളയും തന്തയാണ്. പ്രസവിച്ച് കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം തീരുന്നെന്ന് പറയുന്ന വൃത്തികെട്ട മാതാപിതാക്കൾക്കാണ് സത്യം പറഞ്ഞ പണിഷ്മെൻറ്റ് വേണ്ടത്. തിരിച്ച് കയറി വരാനൊരു ഇടമില്ലാത്തത് കൊണ്ടാവില്ല ആ പെൺകുട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇത്ര ചെറിയ പ്രായത്തിൽ വിവാഹമോചനം, പിന്നെ തുടർന്നുണ്ടാകുന്ന അവഹേളനം, അത് ഭയങ്കരമാണ്. നമ്മൾ തന്നെ ഒരുപാട് കാണുന്നില്ലേ? മ്യൂച്വൽ കൺസേണിൽ വിവാഹമോചനം നടത്തി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തമ്മിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ നിനക്കൊണ്ടാ കൊള്ളാത്തോണ്ടല്ലേ അവൻ കളഞ്ഞിട്ട് പോയത്. ഡയലോഗ്സാണ്. സൊസൈറ്റി അതാണ്. മാറ്റങ്ങൾ വരണം, സ്വാഭാവികമായ പതിയെ വന്നോളും. പക്ഷെ എന്നാലും ഇതാണ് ലൈഫിൻ്റെ എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്താണ് പ്രശ്നം. ഒരു കാലഘട്ടം വരെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. നമ്മുടെ ജാസ്മിൻ, എനിക്ക് കല്യാണം കഴിക്കണം എന്നല്ലാതെ പെൺകുച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെന്താ മാറിയത്? ഇപ്പോൾ ഇത്തിരി അഹങ്കാരവും തൻ്റെ ഇടമൊക്കെ വന്നിട്ട് അത് പറയുന്ന പല കോലങ്ങളും കണ്ടിട്ടില്ലേ? അങ്ങനെ ബോൾഡ് ആകണം പെൺകുട്ടികൾ. ജാസ്മിനെ പോലെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ബോൾഡ് ആവുക. അവസ്ഥകൾ, ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള മാനസികം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ചെന്ന് കയറാൻ വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണും എങ്ങും പോയി ഒരു രീതിയിൽ ഒരു കാര്യവും ചെയ്യത്തില്ല. അങ്ങനെ ഒരു ബലം കുടുംബം കൊടുക്കാത്തത് കൊണ്ടാണ് പല പെൺകുട്ടികൾ ഈ തീരുമാനത്തിലെത്തുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കൂ. ആ കുട്ടികൾക്ക് മാനസികമായി അവർ തയ്യാറെടുക്കുമ്പോൾ അവർക്ക് അതിന് വിവാഹം നടത്തി കൊടുക്കും. എന്തിനാണ് നിങ്ങളുടെ സ്വന്തം കുഞ്ഞല്ലേ ഇങ്ങനെ കൊന്നുകളയാൻ ഇട്ട് കൊടുക്കുന്നത്? എന്തിനാണ്? വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ഒരു പോർഷൻ മാത്രമാണ്. അത് നമ്മൾ മെൻ്റലി പ്രിപ്പേർഡ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് ചെയ്യിക്കരുത്. അമ്മയാവുക എന്ന് പറയുന്നത് ഭയങ്കര ഉത്തരവാദിത്തമാണ്. മരണം വരെ നമ്മൾ അമ്മയാണ്. നമുക്ക് മാറ്റം ഉണ്ടാവത്തില്ല. ആ കുട്ടിക്കൊരു വിഷമം വരുമ്പോൾ ആദ്യം വന്ന് നമ്മൾ ചായാൻ ഉദ്ദേശിക്കുന്ന തോള് നമ്മളുടെ അമ്മയുടെ തോളാണ്. അപ്പോൾ നമ്മൾ എത്ര കാലമായിരുന്നാലും ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. വിവാഹം കഴിഞ്ഞുകൊണ്ട് കൊച്ചുണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. വിവാഹം എന്ന് പറയുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെക്കുന്നതാണ്. നമ്മളെ മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മളെ വിവാഹം കഴിക്കുന്നത്, പിന്നെ പറയാനും വേണ്ട. സത്യത്തിൽ വല്ലാതെ ദാരുണമായി അതിനെ കൊന്നുകളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണ ഉത്തരവാദിത്തം കുടുംബക്കാർക്കാണ്. 22 വയസ്സ് വിവാഹപ്രായമായിട്ട് ഉയർത്തേണ്ട അനിവാര്യ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ തന്നെ വേണം.
എനിക്ക് തോന്നുന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരു പെണ്ണ് 18 വയസ്സ് 17 വയസ്സിൽ വിവാഹം കഴിക്കാൻ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റില്ല എന്ന് പറയുമ്പോൾ വീട്ടുകാർ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്. ആ 1 ഡേ ടൈം പാസ്, 1 ഡേ സന്തോഷം മാത്രമേ അവൾക്കുള്ളൂ. ആ ഒരു ദിവസം പുതിയ ഉടുപ്പുകൾ, താനാണ് എന്തോ പ്രത്യേകതയുള്ളവൾ, തന്നെ എല്ലാവരുടെ തൂക്കി തലയെ വെക്കും, അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അന്നത്തെ ദിവസം മാത്രം ആ പെൺകുട്ടിയോട് ഭയങ്കര സ്നേഹവും കരുതലും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ആ വിവാഹം നടക്കുന്നത്, മിക്ക യൂട്യൂബ് ചാനലും ഒക്കെ എടുത്തു നോക്കിയാൽ അറിയാം, വിവാഹം, ഗർഭം, ഇതിനൊക്കെയാണ് വ്യൂ, ഇതൊക്കെയാണ് ഭയങ്കര അട്രാക്ഷൻ ഉള്ളത്. അതാണോ വേണ്ടത്? ഒരുപാടുണ്ട്. പണ്ട് ഒരു 4-5 കൊല്ലം മുമ്പ് ആനി കിച്ചൺ, അതിനകത്ത് ആനി പറയുന്നുണ്ട്, നമ്മളിത് താന്ന് തന്നെ ഇരിക്കണം, അതാണ് ഒരു രസവും. അത് പിന്നെ ആ പെണ്ണ് പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമാക്കണ്ട. പക്ഷെ പൊതുവിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്, പെണ്ണ് വെളുത്തിരിക്കണം, പെണ്ണ് പൊക്കം കുറഞ്ഞിരിക്കണം. കൺസെപ്റ്റൊക്കെ എന്താണ്? എന്നാ ഇതിനൊക്കെ ഒരു മാറ്റം വരിക? നമ്മുടെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടിക്ക് സൗന്ദര്യം കുറവുണ്ടെന്നും പറഞ്ഞ് മകൻ തള്ളിപ്പറയുകയാണെങ്കിൽ ആ ഒരു തള്ളിപ്പറച്ചിലുകളിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ പോലും ഉത്തരവാദി തൻ്റെ മകനാണെന്നും മകനെ പറഞ്ഞ് തിരുത്തണമെന്നും അല്ലെങ്കിൽ ആ മരുമകളോട് കാര്യം പറഞ്ഞു കൊടുക്കണമെന്നും നീ അർഹിക്കുന്ന ഒരുത്തനല്ല അവനെന്ന് സൗമ്യമായി അതിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകൊച്ചെങ്ങനെ ഒരു തീരുമാനം എടുക്കത്തില്ലായിരുന്നു. അവള് പൊയ്ക്കോളും, അല്ലെങ്കിൽ അവൾക്കതൊരു വിഷയമല്ല എന്നൊരു ടൈമായിരിക്കും. സ്ത്രീകൾക്കാണ് എപ്പോഴും അവഹേളനം കിട്ടുക. 2 കല്യാണമോ 3 കല്യാണമോ കഴിച്ച പുരുഷനെ ആരും അവഹേളിക്കത്തില്ല, പക്ഷെ 2 കല്യാണം കഴിഞ്ഞ സ്ത്രീക്ക് ഭയങ്കര അവഹേളനമാണ്. അതായിരിക്കും ആ കൊച്ചു പേടിച്ചിട്ടുണ്ടാവുക. പൊതുസമൂഹം, നമ്മളുടെ ബന്ധുക്കൾ ഒക്കെ കുറ്റപ്പെടുത്തലുകളില്ലാതെ മരണപ്പെട്ടു പോകുന്നതിന് സേഫെന്ന് അതിന് തോന്നിക്കാണും. പൂർണ്ണമായി ആ വീട്ടുകാർ അർഹിക്കുന്ന മരണമാണ് അവൾ ചെയ്തത്. അവരർഹിക്കുന്നില്ല ആ കുട്ടിയെ. പൊന്നു പോലത്തെ ഒരു മോള്, കളർ. പിന്നെ ഇതിനകത്ത് വേറൊരു വിഷയം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കപ്പ്. മിക്ക ആൾക്കാർക്കും അബദ്ധം പറ്റുന്നത് അതാണ്. മൊബൈലുകൾ ഒരുപാട് രീതിയിൽ നമ്മളെ മാറ്റിമറിച്ചാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. പലരും നമ്മൾ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ, പല രീതിയിലുള്ള മാറ്റം കാണും. ഫിൽറ്ററുകളൊക്കെ ഉള്ള മൊബൈലുകളാണ്. അതിൽ കൂടെ വരുന്ന ഫോട്ടോ കണ്ടൊരുത്തൻ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടം നേരിട്ട് കാണുമ്പോൾ തീരേണ്ടതാണ്. നേരിട്ട് കാണാൻ വരുമ്പോഴും മേക്കപ്പ് ഉണ്ടായിരുന്നിരിക്കാം, അത് പൂർണ്ണമായി അവന് മനസ്സിലായത് അപ്പോഴായിരിക്കാം. അതൊരു ശരിയായ നടപടിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും തെറ്റായ നടപടിയാണ്. ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളം മുഖത്ത് വീണാലും തീരാവുന്ന പ്രശ്നമാണ്. നല്ലൊരു ആക്സിഡൻറ്റ് പറ്റിയാലും മുഖത്തിൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിപ്പോകും. ഒരു കല്യാണം കഴിഞ്ഞ് ഒരു 2-3 മക്കളൊക്കെ ആയ ശേഷമാണ് അവളുടെ മുഖത്തിന് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ സഹിച്ചല്ലേ പറ്റൂ. അപ്പം അതൊരു കുറ്റമായിട്ട് പറയുന്നത് അവൻ്റെ ക്യാരക്ടർ ഇല്ലായ്മയാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ കമൻസ് ഒക്കെ കുറേ നോക്കി കേട്ടോ ഈ വാർത്തയുടെ താഴെ. പലരും വന്ന് നമുക്കൊരു പെണ്ണ് കിട്ടാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ പറ്റി ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഇനി ലൈഫിലേ ആരും പെണ്ണ് കൊടുക്കരുത്. ആ കുട്ടിയുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തു, അവൻ്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിട്ടില്ല. അത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ചെയ്താലും മെൻസസ് അസോസിയേഷൻ കേസ് കൊടുക്കും. അവർ പറയും, യോ ആണിന് മാത്രമാണോ പ്രശ്നം, പെണ്ണിനെ എന്താ എടുത്ത് വെച്ച് കൊടുക്കാത്തതെന്നൊക്കെയാണ് ചോദ്യം. വളരെ വൃത്തികെട്ട ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു കൂട്ടരുടെ അടുത്തേക്ക് ഈ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടപ്പം ഒരു തുളി പോലും ആ പേരൻസ് ചിന്തിച്ചില്ല എന്നുള്ളതാണ്. അവർ ആലോചിച്ചതേ ഇല്ല. നമുക്ക് കുറേ പേര് സംസാരിക്കുമ്പോൾ തന്നെ ചിലരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതെ കളറിൻ്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ആ പെൺകുട്ടിയെ കൊന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വീട്ടുകാർക്കും കൂടിയാണ്, അവളുടെ സ്വന്തം വീട്ടുകാർക്കും കൂടിയാണ്. ആ പെൺകുട്ടിക്ക് മാത്രമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല. അല്ലെങ്കിൽ നിയമം അതാണ്, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിൽ കുടുംബക്കാരെ അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് മാത്രമല്ല, വിചാരണയ്ക്ക് ഇതെടുക്കാം, മേൽ നടപടി ഉണ്ടാവും. പക്ഷെ എന്ത് പ്രയോജനമെന്ന്? അയവാമിന് ശിക്ഷ കിട്ടിയിട്ട് ഈ കുട്ടി തിരിച്ചു കിട്ടും? സ്വസ്ഥമായി തനിച്ച് ജീവിക്കത്തില്ലായിരുന്നു? ഒരു 22 വയസ്സ് വരെ നിങ്ങൾക്കൊന്നും ക്ഷമിക്കാൻ എന്താ ബുദ്ധിമുട്ട്? നിങ്ങളുടെ കുഞ്ഞ് തന്നെയല്ലേ? 19 വയസ്സിൽ അതിനെ കെട്ടിക്കൊടുത്തില്ലെങ്കിൽ എന്താ പെറുവോ? എന്താ പ്രശ്നം? എന്താ മനുഷ്യൻ്റെ ബോധം എങ്ങോട്ടാണെന്ന് അറിയുന്നില്ല. മിനിമം 25 വയസ്സ് വരെ ഒന്ന് വെച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ഈ വിവാഹവും അതിനെ തുടർന്നുള്ള ചടങ്ങുകൾ, അതിൽ വരുന്ന ചെലവുകൾ, ഇതൊക്കെ മാതൃകാപരമായ ആളുകൾ ഏറ്റെടുത്ത് നിർത്തലാക്കണം. ഇത്തരത്തിലുള്ള ധൂർത്തുകൾ ഇതൊക്കെ തന്നെയാണ് പലരെ കൊണ്ടും മക്കളെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുപോയി കുരുതി കൊടുക്കാൻ ഉത്സാഹിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ എന്താണ്? അതിനെ അണിച്ചൊരുക്കി അങ്ങനെ നിർത്തി ആ പോങ്ങന് കെട്ടിക്കൊടുക്കുന്നതിലും ഭേദം ആ കൊച്ചാ വീട്ടിൽ നിൽക്കട്ടെന്ന് വിചാരിച്ചാൽ പോരായിരുന്നു. തനിക്ക് തുല്യമായ, തനിക്ക് പോകുന്ന ഒരുത്തനെ നോക്കി കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ആ അവസ്ഥ വരുമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിനെ എടിയോ പിടിച്ചോ കെട്ടിക്കൊടുക്കാൻ എനിക്ക് നാണമില്ലായിരുന്നു. എന്ത് മനുഷ്യജന്മമാണോ എന്തോ. ഇതിനകത്ത് മറ്റു വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും പിണങ്ങി വീട്ടിലേക്ക് വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന്
മാറ്റി നിർത്തപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസരത്തിൽ ചെറിയ വേർഡുകൾ പോലും ഹേർട്ട് ചെയ്യും. വല്ലാത്തൊരു ഇതിലേക്ക് പോകും. മാനസികാവസ്ഥയാണത്. നമ്മുടെ വീട്ടിനോ നമുക്ക് വീട്ടിന് ചുറ്റുമുള്ളവർക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കൂ. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ജസ്റ്റ് എ പാർട്ട് ഓൺലി. ഒരു വിവാഹം, 2 വിവാഹം, ഇറ്റ്സ് ഓക്കെ. അത് ജസ്റ്റ് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയ നമ്മുടെ ഏറ്റവും നല്ല പാർട്ട്ണർക്കൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ചത്തുപോയാൽ എന്ത് ചെയ്യുമെന്ന്, അവൻ ചത്തുപോയി എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ കുട്ടിക്ക്. എങ്കിൽ ഇന്നും അത് ജീവിച്ചിരിക്കില്ലായിരുന്നു. തന്നെ വേണ്ട എന്ന് പറഞ്ഞവൻ കൊതിയോടെ നോക്കുന്ന ലെവലിലേക്ക് തനിക്ക് ഉയർന്നു വരാൻ പറ്റുമെന്ന് ആ കുട്ടിക്ക് അറിയത്തില്ലേ? പൊതുബോധമില്ല, അതാണ്. പിന്നെന്താ ഇംഗ്ലീഷ് പറയാറില്ല? അയ്യോടാ, ഇവിടെ ഡോക്ടർ എഞ്ചിനീയർ ലെവലിലുള്ളവർ പോലും നാട്ടിൽ പഠിച്ചിട്ട് വിദേശത്തേക്ക് പോകുമ്പോൾ പപ്പ അടിക്കാറുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷിന് പോയാൽ ആവശ്യത്തിൽ കൂടുതൽ, ആരെക്കാൾ കൂടുതൽ ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റും. പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് എന്ത് ഭാഷ, ഇതൊരു മീഡിയം മാത്രമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയം മാത്രം. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ആരെങ്കിലും ജനിച്ച ഉടനെ ഇംഗ്ലീഷും പഠിച്ചുകൊണ്ടാണോ വരുന്നത്? ഇംഗ്ലീഷ് ഒരു ഭയങ്കര മഹത്തരമായ ലാംഗ്വേജ് ആണോ? ജോലിക്ക് വിടാനാണ് താല്പര്യം ഉണ്ടായിരുന്നോ? അതോ അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അങ്ങനെയായിരുന്നോ? എന്താണെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ പറയുന്നു, പൊട്ട് ന്യായങ്ങൾ. എന്ത് തന്നെയായാലും ആ പാവം പെൺകുട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. പൊന്നുപോലത്തെ ഒരു മോള്, കളർ ഡിസ്ക്രിമിനേഷൻ. കറുപ്പുള്ളവർ ഒന്നും പറയാനില്ല. ഇത് ശരീരത്തിനുണ്ടാകുന്നൊരു ഇതാണ്, അല്ലാതെ ഈ വെയിൽ കൊണ്ടിട്ടോ ടാനോ അതൊന്നും അല്ല. കളറുള്ളവർക്ക് എന്താ പ്രത്യേകത നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഒത്തിരി കളറുള്ളവർക്ക് എന്നും അസുഖവും കുന്തവും ഒക്കെയാണ്. മറ്റേത് കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, ഹെൽത്തി ബോഡീസ് ആയിരിക്കും. കറുപ്പിലും വെളുപ്പിലും ഒക്കെ എന്തിരിക്കുന്നു? നോ ഐഡിയ. വളരെ സങ്കടം തോന്നി. ദയവ് ചെയ്തിട്ട് ഇതൊരു തിരിച്ചറിവാകട്ടെ. ഇത്തരത്തിൽ കുട്ടികൾ മരണപ്പെടുമ്പോൾ മാത്രം ശ്രദ്ധിക്കുകയും ഇത് അതവിടെയല്ലേ, നമ്മുടെ വീട്ടിൽ ഇതൊന്നും നടക്കത്തില്ല എന്ന് വളരെ ലഘുത്വത്തോടെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു തിരിച്ചറിയലായിക്കോട്ടെ എന്നുള്ളതാണ്. എത്ര പേർക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞതാണ്. അത് മറ്റാരുമല്ല, അവളുടെ സ്വന്തം പേരൻസാണ്. വളരെ വളരെ നിസ്സാരമായി കൊന്നു കളഞ്ഞു ആ കുട്ടീനെ. ആ കുട്ടി മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരു സപ്പോർട്ട്, ഒരാളെങ്കിലും അവൾക്കൊന്ന് ചായാനൊരു തോളുണ്ടെങ്കിൽ, കറുപ്പാണെന്നും ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞ് അവഹേളിക്കുന്ന ഒരാളുടെ കാലിൽ പിടിച്ച് എന്നെ നിലനിർത്തൂ എന്ന് പറയുമോ കുട്ടി? എന്നെ ഇവിടെ നിർത്തുമെന്ന് കരഞ്ഞു പറയുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവൾക്ക് വീട്ടിലേക്ക് വരാൻ പേടിയാണ്. അവിടെ ആരുമില്ല അവൾക്ക്. അതാണ് വസ്തുത. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു.